നിങ്ങൾ അറിഞ്ഞു കാണും എന്താണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ നടന്നത്. സിഡ്നിക്കടുത്ത് 32 കിലോമീറ്റർ ദൂരം മാറി ഒരു നെയ്ബർഹുഡ്, ബാങ്ക്സ്റ്റൗൺ എന്നൊരു പേര്. അവിടെ ഒരു ആശുപത്രിയിൽ ടിക്ടോക്കിൽ അവിടെയുണ്ട് 2 നേഴ്സുമാർ. 2 നേഴ്സിൽ ഒരാൾ അഫ്ഗാൻ സ്വദേശിയാണ് എന്ന് പറയുന്നു, ഒറിജിൻ. മറ്റേ ആ സ്ത്രീ എന്ന് പറയുന്നത് പലസ്റ്റീൻ. ഇവർ ടിക്ടോക്കിൽ കൂടെ ഇസ്രായേലിലുള്ള ഇൻഫ്ലുവൻസറുമായിട്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ആശുപത്രിയിൽ ഒരാൾ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മറ്റേ ആൾ നേഴ്സാണ്, പക്ഷേ 2 പേരും നേഴ്സാണ്. ഇവർ പറയുന്നത് ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഓസ്ട്രേലിയൻ സിറ്റിസൺ ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർ അവിടെ അഡ്മിറ്റായിട്ട് വരുന്നവരെ ഏതെങ്കിലും രീതിയിൽ പല അസുഖങ്ങളും മരുന്നുകളും കൊടുത്ത് ഇവർ കൊല്ലാറുണ്ട്. അതായത് ഏറ്റവും വലിയ ആൻറ്റിസെമറ്റിക് സാധനം സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യാഘാതമാണ്, നിങ്ങളിത് സംഭവം ഇവിടെ പല മീഡിയകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ പ്രത്യാഘാതമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഉണ്ടായത്. അപ്പം ഓസ്ട്രേലിയയിലുള്ള 2ഓളം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. നേരത്തെ ഒരാൾ സ്ത്രീയാണ്, പേര് ഞാൻ പറയുന്നില്ല, അവിടുത്തെ സീനിയർ പൊളിറ്റീഷ്യനാണ്. ഒരിക്കലും അവർ മെൽബോണിൻ്റെ മേയറുമായിരുന്നു. മറ്റൊരു ഇന്ത്യൻ അവർ പഞ്ചാബിയാണ്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം എന്താണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം, അതായത് പ്രതിപക്ഷ പാർട്ടികൾ, കാരണം എല്ലാവരും കൂടി യോജിച്ച് വലിയ രീതിയിലുള്ള ഭയങ്കര അലേർട്ടായി. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ജനങ്ങൾ, മുസ്ലിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ആശുപത്രിയിലോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അവരത് സോഷ്യൽ മീഡിയയിൽ കൂടെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു, കാരണം അവരുടെ ലൈഫിന് ത്രട്ടാണ്. ഇങ്ങനെയുള്ളവരാണ് അതായത് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്? അത് ആ സിറ്റിസണിൻ്റെയും സാധാരണ ജനങ്ങളുടെയും കൺസേൺ തന്നെയാണ്. ഇതങ്ങ് തീവാർന്ന ഇഷ്യൂ ആയി അങ്ങ് മാറി. നിങ്ങൾ മനസ്സിലാക്കുക, ഓസ്ട്രേലിയൻ ചാനലുകളിൽ ഇത് മാത്രമേ ഉള്ളൂ വാർത്ത. ആ രീതിയിലാണ് ഈ സംഭവം അങ്ങ് മാറി പറഞ്ഞത്. ഇപ്പം ജനങ്ങൾക്ക് കൺസേൺഡായി. അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും ഭരിക്കുന്ന പാർട്ടിയും അവരെല്ലാം പറഞ്ഞു ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഈ ചെയ്തത്? കാരണം ഇവർ 2 അസൈലം സീക്കേഴ്സാണ്. പിന്നെ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള ജനങ്ങൾക്ക് ഒന്നടങ്കം അതിഭയങ്കരമായ ഭയവും വിശ്വാസമില്ലായ്മയും, അവരെ കൂടെ പോലും നടത്താൻ, അതായത് സംസാരിക്കാൻ പോലും, ടെലഫോണിൽ സംസാരിക്കാൻ പോലും ആളുകൾക്ക് ഭയമായി. ഇപ്പോൾ കേരളത്തിലെ വളരെയധികം മലയാളികൾ, എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും ഓസ്ട്രേലിയയിലുണ്ട്, മുസ്ലിങ്ങൾ. അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി താമസിക്കുന്നവരുണ്ട്. അപ്പം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവം സീരിയസ് ആണ്. കാരണം അവിടുത്തെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, അവിടുത്തെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, അവിടുത്തെ മേയേഴ്സ്, അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള എനിക്കറിയാവുന്ന പേഴ്സണലി അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സംഭവത്തിൻ്റെ സീരിയസ്നെസ് പിടികിട്ടുന്നത്. സംഭവം ഞാൻ ഈ പല വീഡിയോയിൽ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ സീരിയസ് ആണ് ഈ സംഭവം. എന്താണ് ഇതിൻ്റെ ആദ്യത്തെ പ്രാഥമികമായ സംഭവം? ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പല ഭാഗത്തായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റികൾ പണിയാൻ കൊടുത്തിരുന്ന 200-ൽ പരം പള്ളികൾ, അതിൻ്റെ പെർമിഷൻ സസ്പെൻഡ് ചെയ്തു. അതായത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിനും വരെ അവിടെ ആ പള്ളി പണിയാനോ പാടില്ല, പുതിയ പെർമിഷനും കൊടുക്കില്ല, സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, അതെല്ലാം മലയാളി കുട്ടികളെപ്പോലും ബാധിക്കും. ഈ സുഡാപ്പികളെയും ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, പലരെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ ഡയറക്റ്റായിട്ട് ഇത് ബാധിക്കുന്നത്. ഇത് ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. എന്താണ് ഉണ്ടാകുന്നത്? മുസ്ലിം പേരുള്ള പെൺകുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ ഇനി അഡ്മിഷൻ കൊടുക്കണ്ട, അടുത്ത തീരുമാനം. ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെ മുസ്ലിം പേരുള്ള ആൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, അതിനകത്ത് 5 നേരം നിസ്കരിക്കാൻ പോകുന്നവർ, ഹോസ്പിറ്റൽ മാത്രമല്ല ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന 5 നേരം നിസ്കരിക്കാൻ പോകുന്നവരുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കാൻ. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കുക.
ഇവിടുന്ന് ഈ സംഭവം എങ്ങോട്ടാണ് ഇത് പോയത്? ആലോചിച്ച് നോക്ക്. ഇതാണ് ഇമാരും മണ്ടന്മാരും പൊട്ടന്മാരുമാണെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് എങ്ങോട്ട് പോയി ഈ സംഭവം? അടുത്തതെന്താ? ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവരെ പ്രധാനമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിൽ എത്ര പേര് കൺവേർട്ട് ചെയ്തു എന്ന് നോക്കുക. അതായത് മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായത് കൺവേർട്ട്. കാരണം മുസ്ലിങ്ങളെ അവിടെ വെച്ച് നിർത്താൻ അവർക്ക് പാടാം. അതുകൊണ്ടാണ് അവർ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് 5 നേരം നിസ്കരിക്കാൻ പോകുന്നവൻ അവനെ ലിസ്റ്റ് എടുക്കുക. അതേപോലെ ഈ മതവസ്ത്രം ഇട്ട് കിടക്കുന്ന പെണ്ണുങ്ങൾ ഏതൊക്കെയാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആശുപത്രികളിലും അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം അവരെ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇവരെ പതുക്കെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ജനാധിപത്യ രാജ്യമാണ്. കാലിഫേറ്റും ഖലീഫ ഭരിക്കുന്ന രാജ്യമൊന്നുമല്ല. അതൊരു ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റ് ഇവാഞ്ചലിക്കൽ സംഭവമായിട്ടുള്ള ഗോസ്പലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന രാജ്യമാണ്. അവരാദ്യം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ അവരുടെ തീരുമാനം അമേരിക്കയൊക്കെ എടുക്കുന്ന, സ്വീഡനൊക്കെ എടുക്കുന്ന ഈ തീരുമാനം എടുക്കുന്നത്. പിന്നെ അടുത്ത സംഭവം കേൾക്കുക. ഈ ബാങ്ക്സ് ടൗണിനടുത്തുള്ള ഈ പറയുന്ന 2 നേഴ്സസ് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, നെയ്ബർഹുഡ്. അവിടെയുള്ള ഏകദേശം 150-ൽ പരം മുസ്ലിങ്ങളുണ്ട് ആ ഭാഗത്ത്, അവർ താമസിക്കുന്ന കോളനി. അവരെ ഒന്നടങ്കം ഡീറ്റെയിൻ ചെയ്തു അഫ്ഗാനിസ്ഥാനിലും പല രാജ്യങ്ങളോട് ഡീപ്പോർട്ട് ചെയ്യാൻ. ആലോചിക്കുക. ഒരു സുപ്രഭാതത്തിൽ അവരുണ്ടാക്കി അവരെ കമ്മ്യൂണിറ്റിയായിട്ട് താമസിക്കുന്ന അവരെ മുഴുവനും എടുത്തിട്ട് അവരെ ഒരുമിച്ച് ഡീപ്പോർട്ട് ചെയ്യും. അവരെ ഡീറ്റെയിൻ ചെയ്ത വീടുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവരെ ഡിറ്റൻഷൻ സെൻറ്ററിലാണ്. ഇനി അടുത്ത സംഭവം നോക്കുക. പലയിടത്തും മുസ്ലിങ്ങൾ താമസിക്കുന്ന കോളനികൾ അവരെ സെപ്പറേറ്റ് ചെയ്യുക, പല ഭാഗത്തായിട്ട് മാറ്റുക. കാരണം ഇവർ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് അവരെ പല ഭാഗത്തായിട്ട് മാറ്റുക. അതായത് മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, സിറ്റിസൺഷിപ്പിനെ റിവോക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അവരെ നാട് കടത്താൻ പോവുക. അതായത് ഓസ്ട്രേലിയയുടെ ഇപ്പോഴുള്ള മുസ്ലിം പോപ്പുലേഷൻ അവർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് കൂടി കംപ്ലീറ്റ് കട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാറ്റസ് ഇല്ല ഇനി മുതൽ. ഇതൊക്കെ വരാൻ പോകുന്ന അതിനിർണായകമായ പോളിസി ഡിസിഷനാണ് ഓസ്ട്രേലിയ എടുക്കാൻ പോകുന്നത്. പിന്നെ മറ്റൊന്നെന്താണ്? ഈ റിവോക്ക് ചെയ്ത് നാട് കടത്തുക മാത്രമല്ല, മുസ്ലിം പ്രസൻസ് എവിടെയെങ്കിലും കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യും. അതായത് സിറ്റിസൺ ആണെങ്കിലും. അതായത് ഗവൺമെൻറ് സർവീസിലും പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ളവരെ പോലും ഒറ്റപ്പെടുത്തുവാൻ അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ധാരണയിലായി. ഈ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് പല ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യക്കാരെ പോലും ഡീപ്പോർട്ട് ചെയ്യും. പല മലയാളികളുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക സംഭവം, മത തീവ്രവാദം എന്ന് പറയുന്നത്, ഇത് എങ്ങോട്ടാണ് ലോകത്തിൻ്റെ പോക്കെന്നുള്ള ഓരോ രാജ്യങ്ങളും ഓരോന്നായിട്ട് ഞാൻ ഈ ഓരോ വീഡിയോയിൽ പറയുമ്പോൾ ഞാനിത് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുവല്ല. നാളെ എന്താണിത് വരാൻ പോകുന്നത്? ലോകത്ത് ഇതെന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ നോക്കുന്നത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായി കാണും എന്താണ് ഓസ്ട്രേലിയ എടുക്കുന്ന തീരുമാനം, എന്താണ് UK എടുക്കുന്ന തീരുമാനം, എന്താണ് ജർമ്മനി എടുക്കുന്ന തീരുമാനം, എന്താണ് സ്വീഡൻ എടുക്കുന്ന തീരുമാനം. ആലോചിച്ച് നോക്കുക. ശരിക്കും മൈനോറിറ്റി പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അവർക്ക് മുസ്ലിം എന്നുള്ള പേരുള്ളവരെ പോലും സ്റ്റുഡൻ്റായിട്ട് ഇനിയും വേണ്ട. ഇപ്പം എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? അതുമല്ല, അവിടെ മുസ്ലിം പേരുള്ള സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കുന്നവരെ പല റീസൺ വേണം ഡീപ്പോർട്ട് ചെയ്യാൻ. അവരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? അവരെവിടൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്യുന്നത് അവിടുന്ന് പൊക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളെക്കാളും വെൽ അഡ്വാൻസ്ഡ് ആണ്. അവരിതിൻ്റെ ഡേറ്റ വെച്ച് പല സ്റ്റുഡൻസിനെയും പൊക്കി ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്ന് അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവർക്കവരെ വേണ്ട. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിംസുള്ള സീനിയർ പാർലമെൻറ്റേറിയൻ പറയുന്നത് ഇവർക്ക് ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തില്ല എങ്കിൽ യു ഹാവ് ടു ഗോ. ഇതാണ് ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ. ഇതിനകത്ത് ഒത്തിരി ബംഗ്ലാദേശി ഡോക്ടേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ അവിടെ വന്ന് ജനിച്ച് പഠിച്ച് വളർന്നവരുണ്ട്.
അപ്പം ഇവരിലും നോക്കുവാണ് എത്ര പെർസെൻറ്റേജ് കൺവേർട്ടായില്ല എങ്കിൽ ഇവരെയും തൽക്കാലത്തേക്ക് പോസ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യാൻ, മാറ്റി നിർത്താനാണ് ഗവൺമെൻറ് തീരുമാനം. കാരണം ആ മുസ്ലിം പേരുള്ള ആശുപത്രികളിലോട്ട് ജനങ്ങൾ പോകാൻ പേടി. ഇത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും ഈ രാജ്യത്ത്. കാരണം ഡെവലപ്ഡ് രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ പോസിബിൾ ഓപ്ഷൻ ഈ പറയുന്ന ഇന്ത്യക്കാരിയായ ഇന്ത്യൻ ഒറിജിനായ പാർലമെൻറ്റേറിയൻ പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഡോക്ടേഴ്സ് അവരൊരു മാസ് റിക്രൂട്ട്മെൻറ്റ് നടത്തും. കാരണം മുസ്ലിങ്ങളായ ഡോക്ടേഴ്സിനെയും ഹെൽത്ത് സ്റ്റാഫിനെയും വരാൻ പോകുന്ന 1-2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്യുക. കാരണം ആളുകൾ പിന്നെ ആശുപത്രി പോകത്തില്ല, ഭയമുണ്ടാകും. നോർമലാണ് ഇത് സംഭവം. ഇത് ആൻറ്റി സെമറ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കയറി ഇത് ബാധിക്കുക. ഇത് അവിടെ മാത്രമല്ല, ലോകം മുഴുവനും ഇത് ഉണ്ടാക്കാൻ പോകും. കാരണം ഓസ്ട്രേലിയ തുടങ്ങുക, അത് പബ്ലിക്കായിട്ടാണ് ഇവർ പറയുന്നത്. അവരുടെ കുടുംബങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് അവർ കാലെ പിടിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ, അവിടെ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഒരേ ഒരു രാജ്യത്ത് മാത്രമേ ഉള്ളൂ ആൻറ്റി സെമറ്റിക് പോലീസ്. അതിനുവേണ്ടി ഒരു പോലീസ് ഫോഴ്സ് ഓസ്ട്രേലിയയിലുണ്ട്. അവർ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. ഇവരുടെ വാട്സപ്പും ഇവരുടെ സംഭവങ്ങളും മുഴുവനും സ്കാൻ ചെയ്തെടുക്കുക. താടി വെച്ച് കിടക്കുന്നതിനും പർദ്ദയിട്ട് കിടക്കുന്നതിനും മറ്റേ ആടിൻ്റെ താടി മുഴുവനും ഓരോന്നായിട്ട് എടുക്കുക. കാരണം ഇവർക്കിവരെ വേണ്ട, മതിയായി, ഇനഫ് ഈസ് ഇനഫ്. കാരണം ഒന്നില്ലെങ്കിൽ മാറണം, അല്ലെങ്കിൽ പൊയ്ക്കണം. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മുസ്ലിം എന്ന സംഭവം ലോകത്തിൻ്റെ പൊതുശത്രുവായി മാറി. അതിൻ്റെ കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചില ആൾക്കാരോ കൂടുതൽ ആൾക്കാരോ ചില ആളുകൾ ഈ ഹമാസിനെയും തീവ്രവാദത്തെയും പിന്തുണച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ ഒരു വിഭാഗം നല്ല ഇത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന മുസ്ലിം വിഭാഗക്കാരില്ലാതായിപ്പോയി. അതാണ് അതിൻ്റെ ഈ പ്രത്യാഘാതം ഇത്ര രൂക്ഷമായിട്ട് പോകുന്നത്. ഇത് ലോകം മുഴുവനും പ്രതിഫലിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. വീണ്ടും ഇത് പഴയ നൂറ്റാണ്ട് പോലെ മുസ്ലിം രാജ്യങ്ങൾ പഴയ നൂറ്റാണ്ട് പോലെ ഈന്തപ്പഴവും മറ്റേ ഒട്ടകത്തിൻ്റെ പാലും വിറ്റ് ജീവിക്കേണ്ട സ്ഥിതിയിലോട്ടാണ് ഇനി ഉണ്ടാകാൻ. അതിന് വലിയ ഞാനീ പറയുന്ന അതിശോക്തിയൊന്നുമല്ല, ആ രീതിയിലോട്ടാണ് അത്. കാരണം വല്ലാത്ത ഒരു മോഡേണിസം പോലും ഇല്ലാതെ ഓസ്ട്രേലിയ താമസിക്കുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ത് പിഴച്ചു. ലോകത്തെ ഇപ്പോൾ ഇസ്രായേലും മറ്റുള്ള രാജ്യങ്ങളും ഈ ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി എന്താ പിഴച്ചത്? അവരെ എന്തിനാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കറിയാം എന്താണ് ഉണ്ടായ തേക്കടിയിൽ 2 കാശ്മീരികൾ അവിടെ സാധനം മേടിക്കാൻ വരുന്ന അവരെ ലൈറ്റ് ഓഫ് ആക്കുന്നവർ അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നു. ആലോചിക്കുക, കേരളത്തിലെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും മത തീവ്രവാദികളും നിൻ്റെയൊക്കെ സ്ഥിതി ഇത് തന്നെ ഉണ്ടാകാൻ പോകുന്നത്. നിന്നെ ഒന്നും ലോകത്തെവിടെയും കയറ്റത്തില്ല. ഈ പറയുന്ന ദുബായിലും കയറ്റത്തില്ല, സൗദിയിലും കയറ്റത്തില്ല. അതിന് വലിയ താമസമൊന്നുമില്ല. ഇതൊക്കെ പിന്നെ നിങ്ങളെ കയറ്റുന്ന ഒരു രാജ്യമുണ്ടായി യമൻ, ഹൂത്തികൾ. അവിടെയൊക്കെ നിങ്ങൾക്ക് കയറാം. ഇതിന് വലിയ ദൂരമൊന്നുമില്ല. ഉറപ്പായിട്ടും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.